പ്രാർത്ഥിക്കാം? അല്ല, അങ്ങനെയല്ല. അതൊരു വരമല്ല. പ്രാർത്ഥിക്കുന്നത് ഒരു വരമാണ്. പ്രാർത്ഥിക്കാൻ ഒരു വരം ലഭിച്ചിട്ടുള്ളവരുണ്ട്, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. എന്നാൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, അതിനെ ഫ്രൂട്ട് സിംഗുലർ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫ്രൂട്ട്, ആ ഫ്രൂട്ടിനകത്ത് ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, കുറച്ച് പറയാം, ഒന്നുകൂടെ നമുക്ക് പറയാമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അതെങ്ങനെ ആണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടി കൂടെ ഞാൻ പറയാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിംഗുലർ ഫോം ആണെന്ന്. ഇത് സിംഗുലർ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ അതിനെ സിംഗുലർ, ഇത്രയും ഫലങ്ങളെ ഒന്നാക്കി പറയാൻ പറ്റുന്ന എങ്ങനെയാണ്? അത് ഫലം ഒന്നേ ഉള്ളൂ. അതിനെ മനസ്സിലാക്കാൻ ഒരു എളുപ്പ രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല മാങ്ങാപ്പഴം കിട്ടി. ആ മാങ്ങയുടെ നിറം എന്ത് എന്ന് ചോദിച്ചാൽ ഒരാൾ പറയും ഇതൊരു റെഡ് മാംഗോയാണ്, ഒരു ചുവന്ന മാങ്ങയാണ്. അപ്പൊ ആ ഫലത്തെ കുറിച്ചുള്ള ഒരു ക്വാളിറ്റി, അതിന്റെ പുറം ചുവപ്പാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്തുവാ? അതിന്റെ അകം മഞ്ഞ നിറമാണ്. ആ മാങ്ങ മഞ്ഞ നിറത്തിലുള്ള മാങ്ങ. അത് രുചിച്ചു നോക്കുമ്പോ നല്ല മധുരമാണ്, പിന്നെ അണ്ടിയോടടുക്കുമ്പോൾ പുളിയുമാണ്. അപ്പൊ പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മാങ്ങ. എന്നതുപോലെ ഒരു ദൈവപൈതലിൽ ആത്മാവ് എന്ന ഫലം വന്നു കഴിയുമ്പോൾ, ആത്മാവ് അവനിൽ നിറഞ്ഞു കഴിയുമ്പോൾ, അവനിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ, അവനിൽ വരുന്ന രൂപാന്തരങ്ങളിൽ ഒന്ന്, അവൻ സ്നേഹമുള്ളവനായി മാറും. ദൈവാത്മാവ് അവനിൽ വന്നു കഴിയുമ്പോൾ സന്തോഷമുള്ളവനായി മാറും. പ്രസന്നവതനാണ് അവൻ എപ്പോഴും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആളുകൾ എപ്പോഴും ഗ്ലൂമിയാണ്. പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിച്ചു തുടങ്ങിയാൽ ആ ഗ്ലൂമിനെസ്, മൂകതയെല്ലാം മാറും. ഇങ്ങനെ ഓരോ ഫലവും നിങ്ങൾ എടുക്കും. അപ്പൊ ആത്മാവിന്റെ ഫലം ഇതെല്ലാം ഒത്തിണങ്ങുന്നതാണ്. അതെങ്ങനെ നമുക്ക് ലഭിക്കും എന്ന ചോദ്യം കൂടെ ഞാൻ പറയാം. നമുക്ക് ആത്മാവിന്റെ ഫലം ലഭിക്കുന്നത് ദൈവവചന കേൾവിയാലാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ എഴുന്നള്ളത്തിലല്ല നമുക്ക് ആത്മഫലമുളവാകുന്നത്. അത് ഗ്രാജുവൽ പ്രോസസ്സാണ്. ദിവസം കഴിയും തോറും നമ്മൾ രൂപാന്തരം വന്ന് തിളക്കം പ്രാപിക്കുന്ന അനുഭവമാണ് ഈ ആത്മാവിന്റെ ഫലം. ഞാൻ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സ് പറയും, നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ കുറവുണ്ട്. വചനം ബോധ്യമാക്കി തരും. ഇന്നാരെയും സ്നേഹിക്കണം, ആ വ്യക്തിയെ സ്നേഹിക്കണം, ഈ വ്യക്തിയെയും സ്നേഹിക്കണം. ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അങ്ങനെ സ്നേഹിക്കാൻ ഞാൻ പഠിക്കും. അടുത്ത ദിവസം വചനം കേൾക്കുമ്പോൾ വേറൊരു കാര്യം എന്നെ പഠിപ്പിക്കും. വചനം പഠിപ്പിച്ച് വചനം ഇടപെട്ട് അത് സമർപ്പിച്ച് മുമ്പോട്ട് നീങ്ങുന്നതിലൂടെയാണ് ഒരുവനിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മാവിന്റെ വരങ്ങളും അതിനു മുമ്പ് ലഭിക്കുന്ന അഭിഷേകവും ദൈവമക്കൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റും വേണം. ഞാൻ പറയാം, ഞാൻ ശുശ്രൂഷിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ, നാട്ടിലും വിദേശത്തും എവിടെയൊക്കെ ശുശ്രൂഷിച്ചോ, സഭാ ചാർജിൽ ഇരുന്നിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം എന്റെ നാല് ചുറ്റുമുള്ള വിവിധ മതസ്ഥരായ ആളുകൾ ഞാൻ ഓർക്കുന്നു. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് മുളയറ എന്ന് പറയുന്ന ഒരു ചർച്ച്, ഇന്നത്തെ നെടുങ്കുഴി സഭ, അവിടെ പാസ്റ്ററായിരുന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്.
80 മുതൽ 83 വരെ. അപ്പൊ അവിടെ ഇരിക്കുമ്പം നിങ്ങൾക്ക് ആ സ്ഥലം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന മനസ്സിലാകും. ഞാൻ വീട്ടിൽ നിന്ന് അന്ന് എനിക്കൊരു സൈക്കിളാണ് ഉള്ളത്. സൈക്കിളും എടുത്തുകൊണ്ട് വിളപ്പിശാല വരെ ഏതാണ്ട് 2 കിലോമീറ്റർ പോകുന്നതിനിടയ്ക്ക് കാണുന്ന ആളുകളെല്ലാം, അവിടെ ഉള്ളവരെല്ലാം ക്രിസ്ത്യാനികളല്ല, കാണുന്ന ഒട്ടുമുക്കാൽ ആളുകളും എന്നെ പരിചയമുള്ളവരെല്ലാം സലാം പറയും. എങ്ങനെ ആ വന്ദനം എനിക്ക് കിട്ടിയെന്നറിയാമോ? ഐ ലേൺ ടു ലവ് ദ കമ്മ്യൂണിറ്റി. ആ സമൂഹത്തിലെ എല്ലാവരുമായിട്ട് സ്നേഹത്തോടെ ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഇതുവരെ ശുശ്രൂഷിച്ച സ്ഥലങ്ങളിലെല്ലാം മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹിക്കാനും ദൈവം എനിക്കൊരു അതിനുള്ളൊരു കൃപ തന്നു എന്ന് പറഞ്ഞാൽ മതി. അതാണ് നമ്മിലേക്ക് ജനത്തെ ദൈവം ആകർഷിക്കുന്ന നമ്പർ 1 ഫാക്ടർ, ലവിങ് വൺ അനദർ. വേദപുസ്തകത്തിന്റെ കാതലും അതാണല്ലോ, ലവ് വൺ അനദർ.